ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ നിങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ഇതാക്കണ രാവിലെ മീൻ വാങ്ങാൻ പോവാണ് ഗൈസ്. ഓ മൈ ഗാഡ് ഗൈസ്. അപ്പൊ ഇപ്പൊ ഏകദേശം 8:48 ഗൈസ്. അപ്പൊ നമ്മൾ മീൻ വാങ്ങാൻ വരാപ്പുഴയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടില്ല അവിടെ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് നമ്മുടെ പുതിയ ഹൈവേന്റെ. വരാപ്പുഴ പോയ കുറെ നല്ല ഫ്രഷ് മീനിനെ കിട്ടും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ജീവനുള്ള മീൻ പെടഞ്ഞ് കളിക്കുന്നത് കാണാം ഗൈസ്. അപ്പൊ ഇതാക്കണ ഞാനിവിടെ എത്തി ഗൈസ്. അപ്പൊ ഇതാക്കണ നമ്മൾ മാർക്കറ്റിലെത്തി. ഇഷ്ടംപോലെ മീനുകളുണ്ട്. മമ്മി ഇതാക്കണ ഓൾറെഡി ഒരു തല വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ചെമ്മീനും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് പ്ലാൻ. മാമ അവിടെ പോയി അവിടെ ഉണ്ട് കേട്ടോ. മാമ ഇവിടെ ആദ്യമായിട്ട് കേട്ടോ. എന്നിട്ട് ആർക്കൊക്കെ ചാറ്റിങ് കൊടുത്ത് പോകുന്നത്. മാമ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജീവനുള്ള ഞണ്ടുകളാണ്. അല്ലാത്തപോലെ ജീവനുള്ള ഞണ്ടുകൾ ഗൈസ്. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞ് വല്യമ്മക്ക് കോണ് കഴിക്കണം അറിഞ്ഞോണ്ട് ഇതാക്കണ ഒരു കോണ് വാങ്ങണേ. അപ്പൊ ഇത് ആക്കണ്ടേ? ചൂടാക്കിട്ടല്ലേ കഴിക്കുക ഈ സാധനം? ചൂടാക്കണ്ട. ഓ പുഴുങ്ങണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മീൻ ഇങ്ങനെ കവറില്ലാണ്ട് അങ്ങ് ഇവിടെ വെച്ചിട്ട് മണത്തിട്ട് നിക്കാമെങ്കിലായിരുന്നു. ആ വല്ലാത്തൊരു പരിപാടി. ഇപ്പൊ നന്നായിട്ട് കൂടി ഓക്കെ അടിച്ചോളൂ. സെറ്റ് ലെറ്റ്സ് ഗോ ഗൈസ്. ഏകദേശം 3-4 തരം മീനിനെ വാങ്ങിയിട്ടുണ്ട്. ഞണ്ട്, കൂന്തല്, ചെമ്മീന്, മീനിന്റെ തല, പിന്നെ പിലോപ്പി, അങ്ങനെ അറൗണ്ട് ഒരു 8-10 കിലോ മീന് വാങ്ങിയാണ്. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയിട്ട് എനിക്ക് വേറെ ഷൂട്ട് ഉണ്ട് ഗൈസ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. സോ ആരുടെ ഡ്യൂട്ടിനോട് റെഡി ആയി നിൽക്കാൻ പറഞ്ഞു. നമ്മ വീട്ടിലെത്തിട്ട് ഓടി ഗൈസ്. അപ്പം വീട്ടിലെത്തി ഞങ്ങൾ വാങ്ങിയ മീനുകളാട്ടോ. കാരണം ഇത് മൊത്തം 3-3.5 കിലോ ഇതുണ്ട്. പിലോപ്പി എന്ന് പറയും. പിന്നെ ഇത് കൂന്തള്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ്. പിന്നെ ഇത് കക്ക ഷെല്ലില്ലാത്തത്. പിന്നെ മീനിന്റെ തല ഗൈസ്. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ വരാപ്പുഴ പോയി. ഞാൻ പിന്നെ കാറ് മൊത്തം തുറന്നിട്ട് ഗൈസ്. കാരണം വെച്ചാൽ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചാത്ത സ്മെല്ലായിരിക്കും. അപ്പൊ ഞാനും കുഞ്ഞും കൂടി ഇപ്പൊ നേരെ PGന്റെ സ്റ്റോറിലേക്ക് അവിടെ നമുക്ക് കിടക്കാച്ച ഷൂട്ട് നടക്കുന്നുണ്ട്. സോ അത് നേരെ ആലുവാണ്, അങ്ങോട്ട് പോകണം. അപ്പം ഡ്യൂട്ടി ഇപ്പം വരും. വേഗം വാ, സമയമില്ല. വി ഹാവ് ടു ഗോ ഡാർലിംഗ്. ആരായി വരുന്നത് ഗൈസ്? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മൊഞ്ചത്തായിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഡ്രസ് കൂടി മേടിക്കാനാട്ടോ. ഇനി പ്രായം കൂടി വരികയാണ്. ഞങ്ങളെ ചുരിദാറൊക്കെ പ്രായം എന്ന് പറയുമ്പോ മാമ്മ തൈലം നോക്കണം. അതെ അല്ല വലിയൊരു മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്ന. ബൈ ദ ബൈ ഡ്യൂട്ടിക്ക് ഈ വർഷം ഡിസംബറിൽ 21 വയസ്സാകുമ്പോ 21 വയസ്സാകുമ്പോ ഇവൾക്ക് ഫോണ് ചാർജ് ഇട്ടായിരുന്നു. ഇതൊരു കാലത്ത് എന്റെ ചാർജ് 10:43 കഴിഞ്ഞാലോ വേമ്പോ. ഇതിപ്പോ PGന്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഷൂട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ ഒക്കെ റിസൾട്ട് ഇൻസ്റ്റയിൽ വരും. സോ എന്റെ ഇൻസ്റ്റാഗ്രാം അവിടെ താഴത്ത് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കുക. അവിടെ പോയി ഫോളോ ചെയ്യാം. പിന്നെ ഡ്യൂഡിന്റെതും വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. വേണമെങ്കിൽ കൊടുക്കാം ഗൈസ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതിലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അല്ല, ഇത് ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഇന്നലെ ഞാൻ ഫിഷ് വാങ്ങാൻ പോയതും ഷൂട്ട് ചെയ്യാൻ പോയതും എല്ലാ കാര്യങ്ങളും. ഷൂട്ട് കോമഡി ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഷോപ്പല്ലായിരുന്നു. അപ്പം അവിടുത്തെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത്. സോ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ്. സോ നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്ത് ലിങ്ക് എന്തായി കൊടുക്കുക. സോ ഞാൻ അവിടുന്ന് വാങ്ങിയ ഫിഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ ഡിഷ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ചെമ്മീനും കൂന്തലൊക്കെ ഞാനും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് രാവിലെ കുത്തിയിരുന്ന് ഉണ്ടാക്കിയാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് ലൈക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് എൻ്റെ കുട്ടിയും കൂടി ഒന്ന് ടേസ്റ്റ് ആയിട്ടാണ്. സോ ഞാനത് കൊണ്ടു കൊടുക്കുക വിചാരിച്ച്. ഞാനൊരു പ്രൊഫഷണൽ കുക്കാന്നുള്ള കാര്യം കുട്ടി അറിയട്ടെ ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തൊക്കെ ഡിഷസ് ആണ് ഉണ്ടാക്കിയത്. കരിച്ച് കളയാത്തത്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തൊക്കെ വിളിക്കുന്നു. എൻ്റെ മോളാണ് എടുത്തത്. ഹലോ, ഞാൻ വീട്ടില് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുക. സ്റ്റുപ്പിഡ് മീ. അവൾക്ക് മനസ്സിലായി ഗേസ് ഞാൻ അവളെ എന്താ പറയുക റെക്കോർഡ് ചെയ്യുന്ന കാര്യം. സോ ഐ കട്ട് ദ ക്യാമറ ആൻഡ് കുറച്ച് നേരം സൊല്ലി നൗ ഐ ഹാവ് ടു ഗോ ഗൈസ്. പിന്നെ ഞാൻ VKസിന്റെ ഒരു പ്രോഗ്രാം പോയിരുന്നു ക്രൗൺ പ്ലാസിൽ. കണ്ടില്ലേ, 40 ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. സോ അവരൊരു ക്ലോക്കും അതുപോലെ തന്നെ ഒരു ചെരുപ്പും തന്നു. ചെരുപ്പ് പുറത്തുനിന്ന് കാണിച്ചത്. സോ ദിസ് ഈസ് ദി ചാപ്പ. സിമ്പിൾ ഓഫ് ലവ് ഗൈസ്. ഇന്നലെ ഞാൻ ഡയറി മിൽക്ക് ഇന്നലത്തെ വീഡിയോ ഞാൻ ഡയറി മിൽക്ക് എന്നല്ല പറഞ്ഞു. ഐ റിയലി സോറി ഗൈസ്. ദാറ്റ് വാസ് ഗാലക്സി സ്മൂത്ത് ആണ് എൻ്റെ ബേബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സാധനം. ചെമ്മീനും കൂന്തളൊക്കെ എടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഇമ്മൻ്റെ സ്പെഷ്യൽ സാധനമാണ്. അപ്പം ഞാനും കൂടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ബട്ട് ദ ട്രൂത്ത് ഈസ് എൻ്റെ ഒരു കൈ പോലും ഇതിനില്ല. പക്ഷെ എന്നാലും നമുക്കിത് കൊടുക്കാം ഗൈസ്. പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറി വരുന്നുണ്ട് ഗൈസ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആനിവേഴ്സറി. സോ അത് ആനിവേഴ്സറി അന്ന് ഞാൻ പറയാം. അതായത് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിലാണ്. നെക്സ്റ്റ് മന്താണ് ആനിവേഴ്സറി വരുന്നത്. ഫസ്റ്റ് വീക്കെൻഡാണ്. സോ അപ്പം നിങ്ങളുടെ ഗേൾഫ്രണ്ട് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഐ മീൻ എന്താ പറയുക, കൊടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്രാമത്തെ ഇയറിൻ്റെ ആനിവേഴ്സറി ആണെന്നൊക്കെ ഞാൻ അന്ന് പറയാം. ഞാൻ അന്ന് ഫേസ് റിവീലിംഗ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച്
ലെമിനോ ഗൈസ്. അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രീ വെഡിങ് കുറച്ചുകൂടി കഴിയും. സോ ആനിവേഴ്സറി അന്ന് ഫേസ് റിവീലിംഗ് വേണോ? ലെറ്റ്സ് ഓക്കെ. നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്നതിൽ നമുക്ക് നോക്കാം. സോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കണം. സോ എക്സൈറ്റഡ് ഗൈസ്. ഇത്രയും കാലം എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ ഒരാളില്ലായിരുന്നു. ഞാൻ ഇത്രയും കാലം ഇത് ഓഫ് ക്യാമറയിൽ കൊണ്ട് നടന്ന ഈ ഫീലിങ്സും ഈ ഒരു കാര്യങ്ങളും ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഓഫ് ക്യാമറ ബ്രോ. നിങ്ങൾക്കറിയാം, ഒരു മുട്ടുസൂചി കിട്ടിയാൽ വരെ ഞാൻ ലൈക്ക് എന്താ പറയുക നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് സീരിയസ്ലി. സോ അങ്ങനത്തെ ഞാൻ ഇത്രയും വലിയൊരു ഹ്യൂജ് തിങ് എൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങൾ ആരും അറിയാണ്ട് ഇങ്ങനെ കൊണ്ട് നടന്നു പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഫോർ മീ. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പം എനിക്കിത് തുറന്ന് ഇങ്ങനെ പറയാം. സോ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാൻ ഇനി നേരെ ഈ ഒരു സാധനം അവൾക്ക് കൊണ്ടു കൊടുക്കട്ടെ ഗൈസ്. നല്ല മഴ എന്ന്, കിടുക്കാച്ചി മഴ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. സാധനം ഇതാക്കണ ഇവിടെ ഉണ്ട്. ഭയങ്കര ബ്ലോക്കാട്ടോ, നല്ല മഴയും നല്ല ബ്ലോക്കും. കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഏതൊക്കെ സമയം ഏകദേശം ആയിരുന്നു. കുറേ ട്രാഫിക്കൊക്കെ ആയിരുന്നു. ബട്ട് ഞാൻ ഫൈനലി ഇവിടെ എത്തി. നമ്മളുടെ ഡിഷ് തണുത്ത് പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഒരു 10 minutes കൂടി വെയിറ്റ് ചെയ്യാം. അവളിപ്പം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാണ്ട് ഗൈസ്. ഓക്കെ, me again. So I brought you something very special. ഇതിടും എല്ലാം ഉണ്ട്. ഇല്ല, ദിസ് ഇസ് വെരി സ്പെഷ്യൽ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. സീരിയസ്ലി എടാ, സീരിയസ്ലി ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് ഗൈസ്. ഞാൻ വീഡിയോ എടുത്തിട്ട് അത് കാണിച്ചത്. ദിസ് ഇസ് ഫോർ യു. കഴിച്ചോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം വീട്ടിൽ വന്നാൽ ലൈക്ക് എൻ്റെ സ്പെഷ്യൽ കുക്ക് സാധനങ്ങളും ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യലി ഞാൻ ഒരുപാട് കരിഞ്ഞ് മണം അല്ല വേണം. സ്പെഷ്യലി ഞാൻ ഒരുപാട് സാധനം ഉണ്ടാക്കി കരിഞ്ഞു പോകാറുണ്ട്. സോ അങ്ങനല്ല, അല്ല ഇത് ലൈക്ക് കപ്പിൾ സാധനം ഒരാൾ കഴിച്ചാൽ ഒരാൾക്ക് കഴിച്ച് വായിലിട്ട് കൊടുക്കണമെന്നുണ്ട്. ഇല്ല ഇല്ല, ഒറ്റ എന്റെ സ്നേഹം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കും. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി. ഒറ്റ വായിലിട്ടോടേ. എന്തുവാടി നീ എപ്പം കഴിച്ചതാ? എനിക്ക് അഴുക്ക് ഇഷ്ടമായി. കുഴപ്പമില്ല, പറഞ്ഞ കാര്യം. ഒറ്റ സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം ഉളുപ്പില്ലേ? എന്ത് ടേസ്റ്റ് ഉണ്ട് സത്യം പറയുമ്പോ ഉണ്ടാക്കിയതല്ല. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഞാൻ ഇപ്പോൾ ഇവരോട് പറയായിരുന്നു. ഓക്കെ, അങ്ങോട്ട് ഓക്കെ. നീ സംസാരിക്കണം. ഇത് റെക്കോർഡാണോ നോക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് റെക്കോർഡ്. തിങ് എന്താ വെച്ചാൽ 5 things. ഓക്കെ, എന്നെ പറ്റി 5 good things. നോ അങ്ങനെ ഇല്ലാന്ന് പറയരുത്. സോ എന്നെ പറ്റി 5 good things. ഓക്കെ, നമ്പർ 1 പാറടാ. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഗൈസ്. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി 5 good things. നമ്പർ 1 ഫുഡ് കൊണ്ടുവരും. നമ്പർ 2 ആലോചിക്കട്ടെ, ഒന്നും ഇല്ലടാ നിനക്ക് നല്ല ക്വാളിറ്റീസ്. എനിക്ക് നല്ല ക്വാളിറ്റീസ് ഇല്ല സീരിയസ്ലി. ഇടയ്ക്ക് സർപ്രൈസസ് വരും. എനിക്ക് സർപ്രൈസസ് കൊടുക്കും. ഓക്കെ, പിന്നെ നീയായിട്ട് ഒത്തു. എടി എന്റെ ക്വാളിറ്റീസ് അടി, അത് നിന്റെ ഒരു ക്വാളിറ്റി. ഞാനായിട്ട് ഒത്തുപോകാന്ന് ഓക്കെ. കെയറിങ് ആണ്, സ്വീറ്റ് ഹാർട്ട് ആണ്, ലവബിൾ ആണ്, ക്യൂട്ടാണ്, എന്തൊക്കെ ഉണ്ടോ. അയ്യോ റിലേഷൻഷിപ്പ് പോവില്ലല്ലോ. അതൊക്കെ പറ, അതൊക്കെ അഞ്ചില് പറ. അത് ശരി, അല്ലെല്ലാം പറയണം. നീ പറയണം. എടാ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് ഇങ്ങനെ ചോദിച്ചത്. ഓക്കെ. ഇവൾക്ക് കയ്യിൽ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡിയാണ്. നീ ഫുഡിയാണല്ലേ, ഞാൻ ഫുഡാണ്. നമ്മളിപ്പം നീ ഫുഡിയല്ലേ? ഞാൻ ഫുഡിയാണ്. നീ? ഞാൻ ഫുഡിയാണ്. നിന്റെ കൂടെ വന്നതിന് ശേഷം ഞാൻ ഫുഡിയായി അല്ലേ? ആണ്, ആദ്യം ഫുഡ് കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഒരു ബിരിയാണി മൊത്തം കഴിക്കാത്ത ആള് ഒരിക്കലും ഫുഡിയല്ല.
ഒരു ബിരിയാണി മൊത്തം ഇപ്പം ഞാൻ കഴിക്കാറുണ്ട്. അപ്പൊ ലാസ്റ്റ് കോഴിക്കോട് പോയപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, കോഴിക്കോട് പോയ കഥകളൊന്നും ഇവർക്ക് അറിയില്ല. കാരണം ഞാനും ഫാമിലിയും ഇവിടെ എല്ലാവരും ദിവസം കോഴിക്കോടൊക്കെ പോയിരുന്നു കേട്ടോ. അന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. ഇവിടെ കസിൻ ഉണ്ടായിരുന്നില്ലേ, ഇവരെല്ലാവരും ഫുൾ ബിരിയാണി കഴിച്ച്, ഞാൻ മാത്രം ഹാഫ് ബിരിയാണി കഴിച്ചു. ഞാനും കുഞ്ഞു. കാരണം കോഴിക്കോട് മറ്റേ എവിടെ കാലിക്കറ്റ് ബിരിയാണി, കുറ്റിച്ചെറു ബിരിയാണി ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേസ്. സോ അങ്ങ് മൊത്തമായിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടോ? ഫുഡ് ഇഷ്ടപ്പെട്ടോ? സത്യം പറയുന്നു, ആരുണ്ടാക്കിയ? മമ്മി ഉണ്ടാക്കിയതാ. അയ്യോ, നീ അന്നുണ്ടാക്കിയ ബിരിയാണി നല്ല കൂള ബിരിയാണി. എമ്മി അല്ലേ? ഇമ്മക്കൊരു താങ്ക്സ് പറഞ്ഞേക്കെ. താങ്ക് യു മാമി. സോ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞാനിവിടെ നിന്ന് കൈയിട്ട് വരട്ടെ കേസ്, അല്ലേ തീർന്നു. ഓക്കെ, തരില്ല എനിക്ക് നിന്റെ 5 ക്വാളിറ്റി ക്യാമറ. സോറി, കട്ട് ചെയ്തു. പറ്റിച്ച്. ശരി, ബൈ. ഞാൻ എന്തായാലും ഇവളെ എൻ്റെ ക്യാമറ കട്ട് ചെയ്തിട്ട് ക്യാമറ കട്ട് ചെയ്ത് അവിടെ പറഞ്ഞോളൂ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.